അനൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഓണം സീരീസ് തുടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആക്കാൻ പോകുന്നത്. അതും നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റും കൂടിയാണ്. പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടിയാണ്. നമ്മൾ ചില സ്ഥലത്ത് അതിന് പുളിയിഞ്ചി എന്ന് പറയും, ചില സ്ഥലത്ത് പുളിങ്കറി എന്ന് പറയും, ചില സ്ഥലത്ത് ഇഞ്ചിപ്പുളി എന്ന് പറയുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ പേരുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ഈ കാണുന്ന കേട്ടോ നമ്മൾ ഇഞ്ചിപ്പുളിന്നും പുളിങ്കറിന്നും പുളിയിഞ്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭവം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ പുളിങ്കറി ആക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ വലിയൊരു കഷ്ണം ഇഞ്ചിയാ വേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഇഞ്ചി കഴുകി വൃത്തിയാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ കേട്ടോ കട്ട് ചെയ്യേണ്ടത്, വളരെ ചെറിയ പീസസ് ആയിട്ട് എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു ചെറിയ കപ്പിന്റെ 1/4 കപ്പോളം ഇഞ്ചി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം തന്നെ അളവ് എടുത്തിട്ടുണ്ട്. പുളി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസിൻ്റെ അളവിലാണ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പീഞ്ഞെടുത്തിട്ട് ഈ പുളിവെള്ളം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പുളിവെള്ളം റെഡിയാക്കിയതാണെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ പുളിങ്കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചീനച്ചട്ടി ആയിട്ടോ എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ചീനച്ചട്ടി ചൂടായി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഓണ സദ്യക്ക് എല്ലാം വിഭവങ്ങളും ആക്കുന്നത് വെളിച്ചെണ്ണയിലായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എല്ലാ ഐറ്റംസും വെളിച്ചെണ്ണയിൽ തന്നെ ആക്കുന്നത്. അപ്പം ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. ആ ടൈം നമുക്കൊന്ന് ചട്ടിയായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ, അവിടുന്ന് ഒന്ന് പരത്തിയെടുക്കാമെന്ന്. അപ്പോൾ ഏകദേശം നമ്മൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുറിച്ച് വെച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ഇഞ്ചിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. ഒരു സ്പാച്ചില വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ എന്നിട്ട് നമുക്ക് ഈ എണ്ണയായിട്ടൊന്ന് ഈ ഇഞ്ചീനെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി, ഒരു എന്താ പറയുക കൈപ്പിടീൻ്റെ അളവിന് ചെറിയ ഉള്ളി ഞാൻ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുറിച്ച എന്താ പറയുക ആ ക്വാണ്ടിറ്റിനെയാണ് ഞാൻ ചെറിയ ഉള്ളി ഒരു കൈപ്പിടീൻ്റെ അളവിനെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലും കൂടി എരിവ് വേണ്ടെങ്കിൽ 3 പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 തണ്ടിൻ്റെ അളവിൽ കരിവേപ്പില ഇല മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്പാച്ചുലിനെ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി കയ്യിൽ താഴെ വെക്കാണ്ട് വേണം ഇത് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ സ്പൂണ് താഴെ വെക്കാണ്ട് മീഡിയം ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം. നമ്മൾ പുളിയിഞ്ചിക്ക് അഥവാ ഇഞ്ചിപ്പുളിക്ക് അല്ലെങ്കിൽ നമ്മൾ പുളിങ്കറിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഈ പുളിങ്കറി ആക്കിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇത് സെറ്റ് ആവുള്ളൂ. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് സദ്യകളൊക്കെ ആക്കുന്നതിൻ്റെ തലേ ദിവസം ആക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നേക്ക് എടുക്കാൻ വേണ്ടി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നു ഇത് ഓണത്തിൻ്റെ തലേന്നാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അന്നാക്കിയാൽ എടുക്കുന്ന ടെൻഷനും വേണ്ട. തലേന്നാക്കി ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് എടുക്കുമ്പോഴേക്ക് അത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മൾ ഇഞ്ചിയും കരിവേപ്പിലയും എന്താ പറയുക ചെറിയ ഉള്ളിയും മുളകും ഒക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ മുളക് പൊടിയാണ് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത്. 1 ടീസ്പൂണിൻ്റെ അളവിൽ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾ പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കായാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 1/2 ടീസ്പൂണിൻ്റെ അളവിൽ കായപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പൊടികളും കൂടി ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുളിവെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് പുളി മാറ്റിയതിന് ശേഷമാണ് വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ പുളിവെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമിലും വെച്ചിട്ട് ഈ പുളിവെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഒരു സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പുളിവെള്ളം പകുതിയാകുന്നവരെ വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ പുളിങ്കറീൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ ഓണം സീരീസ് മിസ് ചെയ്യാണ്ട് കാണാനും പറ്റുള്ളൂ. അപ്പം നമ്മൾ വെള്ളം ഏകദേശം വറ്റിയിട്ട് നമ്മൾ ഒഴിച്ചതിൻ്റെ പകുതി ഭാഗമായിട്ടുണ്ട്. ഈ ഒരു ടൈമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെള്ളം പൊടിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 5 മുതൽ 6 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ, അതായത് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഗ്രേവി കുറച്ചും കൂടി വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി വറ്റിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു ടൈം വരെ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ടൈമാണ് ഇനി ഇതിന് ശേഷമാണ് ഞാൻ ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എൻ്റെ പാകത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ പുളി പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയ പുളിയാണെങ്കിൽ ഓൾറെഡി അതിനകത്ത് ഉപ്പ് കുറച്ച് ഉണ്ടാകും. ഇത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് എനിക്ക് അതിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നിങ്ങളെ പാകത്തിനുള്ളത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്കിത്. അപ്പം നമ്മൾ പുളിങ്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ സെർവിങ് ബോളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് കഴിയുന്നേയും ഒരു 2-3 മണിക്കൂറിന് ശേഷം മാത്രം എടുക്കുന്ന പോലെയായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആയതിനു ശേഷം അപ്പോഴേക്ക് നമ്മളെ സാധനം സെറ്റായിട്ട് ഉണ്ടാകുള്ളൂ. കഴിയുന്നതും ഇത് ഓണത്തിൻ്റെ തലേന്ന് ആക്കി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഓണസദ്യയിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ? അപ്പൊ നമ്മുടെ റെസിപ്പി വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പുളിയിഞ്ചിൻ്റെത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയും വേണേ. അതുപോലെ നമ്മൾ ഓണം സീരീസ് തുടങ്ങിയതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അപ്പൊ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ ഓണം സീരീസിന്റെ എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഓണം സീരീസ് മാത്രമല്ല, എല്ലാ വീഡിയോസും വെറൈറ്റി ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണണ്ടെങ്കിൽ, അപ്ഡേറ്റ് ആയിട്ട് കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നാളെ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ